പാവപ്പെട്ട മനുഷ്യരാണ്. വിശ്വാസത്തിലും അവർ തീരെ താഴെയാണ്. താഴെയാണ്. ഞങ്ങള് ആയിരിക്കുമ്പോഴാ 100 കൊല്ലം തികയുന്നത് അവിടെ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റി വന്നിട്ട് കത്തോലിസിസം വന്നിട്ട്. കത്തോലിക്ക 1885 ആരംഭിച്ച ഒരു മിഷനായിരുന്നു ഞങ്ങളുടെ അന്ന് ഏറ്റവും പഴയ മിഷനാണ്. ഏറ്റവും പഴയ മിഷൻ ഞങ്ങളുടെ ടൗങ്ങായിരുന്നു. ഫ്രാൻസിൽ നിന്ന് 2-5 മിഷണറീസ് വന്ന് തുടങ്ങിയതാ. അവരിങ്ങനെ വന്നു, കാളവണ്ടിയിലാണ് അവിടെ വന്നവര്. ഒരു 10-20 കാളെ കെട്ടി വലിയ വണ്ടി വലിച്ച് അവരുടെ എല്ലാ സാധനമായിട്ട് ഇങ്ങനെ വില്ലേജ് തോറും വന്ന് അവസാനം ടാവുങ്ങിലെ രാജാവ് വില്ലേജ് മാൻ നിങ്ങൾ ഇവിടെ താമസിച്ചെന്ന് പറഞ്ഞ് സ്ഥലം കൊടുത്ത് അവിടെ കുടിയിരുത്തി. പിന്നെ അവരവിടെ കെട്ടിപ്പടുത്താണ് ഈ ടാവുങ് മിഷൻ. 1885. അപ്പൊ അവരവിടുന്ന് വരുമ്പോ ബക്സൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവര് ഇടിപെട്ടി അവർ 5-6 കാള ചത്തുവൊക്കെ ചെയ്തു. അതിനെല്ലാം അതിജീവിച്ച അവരോട് വരുന്നത്. ശരിക്കും ആ സമയത്ത് അവിടെ ബ്രിട്ടീഷ് റൂളുണ്ടോ അതോ വിദേശാധിപത്യ? അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വാസം പറഞ്ഞ ഈ മിഷണറിമാരുടെ ത്യാഗങ്ങളൊക്കെ നമ്മൾ രാവിലെ വായിച്ചപ്പോ എനിക്ക് വലിയ സങ്കടം. ഇടയിലും വായിച്ചപ്പോ എനിക്കത് വായിക്കാണ്ടേ അത് നമ്മൾ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലാക്കാതെ എനിക്കത് മനസ്സിലാക്കുമ്പോ തന്നെ നമ്മുടെ പൂർവികരെ കെട്ടിപ്പടുത്ത് എടുത്ത ത്യാഗങ്ങൾ, അവരുടെ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത അതൊക്കെ വായിക്കുമ്പോ എനിക്ക് ശരിക്കും അല്ലേ ഇപ്പൊ കേരളം ഉൾപ്പെടെ നമ്മള് ഈ മിഷണറിമാരുടെ പ്രവർത്തനത്തിൽ ഞാനത് മലയാളം പോലും നമ്മുടെ വ്യാകരണവും നമ്മുടെ നിഘണ്ടുവും എല്ലാം ഈ മിഷണറിമാര് വന്നിട്ട് അത് ഒന്നും ഇല്ലായ്മല്ലേ. ഇവര് വന്ന ചിലരൊക്കെ തിരിച്ചു പോലും അവരുടെ നാട്ടിലേക്ക് പോവാതെ ഇവിടെ തന്നെ ഞാൻ അതൊക്കെ ഓർത്ത് രാവിലെ വായിച്ചപ്പോ ശരിക്കും ഈ മിഷണറിമാരുടെ ത്യാഗങ്ങൾ, അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ ത്യാഗങ്ങൾ. അപ്പൊ ഞാൻ ഈ ടാവുങ് മിഷനില് വന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കി അവിടെ അടക്കിയിട്ടുണ്ട് അവരെല്ലാം. അപ്പൊ അവിടെ സിമിട്രി ഞങ്ങളുടെ ആ ഹൗസിനെ ചേർന്ന് ഇപ്പൊ നമ്മുടെ ഈ പള്ളിമുറിയുടെ പുറകിൽ തന്നെ സിമിട്രി ആണെന്ന് ഓർത്തു. അങ്ങനെ അവിടെ ആ മിഷൻ ഹൗസിന്റെ സൈഡിൽ തന്നെ അടക്കിയിരിക്കുക മിഷണറിമാരില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നോക്കുമ്പോ ഉണ്ടല്ലോ അവര് വന്ന പിന്നെ ആരും പോയിട്ടില്ല, തിരിച്ചു പോയിട്ട് പോലും ആരും പോയിട്ടില്ല. അവരവിടെ തന്നെ ജീവിച്ചു. എനിക്ക് അതൊക്കെ എങ്ങനെ ഞാനും ഓർത്ത് അവിടെ തന്നെ താമസിച്ച് ജീവിച്ചാൽ മതി, പോരാതെ. അല്ലച്ചാ ശരിക്കും നമ്മുടെ പഴയ കാലത്തെ ആ മിഷണറിമാരുടെ ത്യാഗവും അങ്ങനെയല്ലേ ഈ സാമൂഹ്യ വ്യവസ്ഥിതികളൊക്കെ എന്തോ മാറ്റി ലോകം മുഴുവൻ. ഞാനിപ്പോ പിതാവിന്റെ നമ്മുടെ 75 വർഷത്തെ ചരിത്രം വായിച്ചപ്പോ എനിക്ക് വളരെയധികം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എനിക്ക് സത്യം പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വായിക്കാൻ ശരിക്കും പഴയ അത് കെട്ടിപ്പൊക്കി വന്നേ. പക്ഷെ നമ്മള് പിന്നെ മുമ്പോട്ട് വന്ന് ഞാൻ ഇന്നത്തെ ആളുകൾ ഈ സൗകര്യം വന്നപ്പോ മറന്നുപോയി നമ്മുടെ പഴയ ചിന്ത. ഞാനൊക്കെ അതുകൂടാതെ പലരും ഇതിനൊക്കെ എതിരായിട്ട് സഭയ്ക്കും എതിരായിട്ട് നമുക്ക് എതിരാ. പക്ഷെ അവൻ കിട്ടിയ അനുഗ്രഹങ്ങൾ ഇതൊന്നും അവൻ ഓർക്കുന്നില്ല. അതാണ് ഏതെങ്കിലും അച്ഛന്മാരെ എവിടെങ്കിലും ഒന്നും എടുത്തോണ്ട് പോയിട്ടുണ്ടോ? അവരുടെ ജീവിതം അർപ്പിച്ച്. ഞാൻ ഓർത്ത് അവിടെ ആ സൗത്ത് ആഫ്രിക്കയിൽ വന്ന ആ മിഷണറീസ് ഉണ്ടല്ലോ, അവരൊക്കെ 10-15 കൊല്ലമൊക്കെ ജീവിച്ചത് പലരും 40 വയസ്സ് 50 വയസ്സ് ഒക്കെ ആയപ്പോ മരിച്ചുപോയി. അവരവിടെ അടക്കിയിരിക്കുക. അവർ ആ സ്വന്തം ദേശത്തേക്ക് തിരിച്ചു പോയിട്ട് ഒരിക്കലും പോയിട്ടില്ല. പിന്നെ അച്ഛാ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ അർണോസ് പാതിരിയുടെ ഒക്കെ അവരൊന്നും തിരിച്ചു പോയിട്ടില്ലെന്ന് തോന്നുന്നു. അവര് പലരും അതുപോലെ നമ്മുടെ ഇപ്പൊ ഈവൻ ഈ നമ്മുടെ ഇവിടത്തെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടിക്കൽ ഭാഗത്തെ ആ സായിപ്പ് ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഇത് ഇടയിലും വായിച്ചപ്പോ ഞാനേ പിതാവെല്ലാം എഴുതിയിട്ടുണ്ടത്. ഇന്ന് നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. ഞാൻ കാർ ഓടിച്ചല്ലേ പോലും. ഞാൻ ഓർത്തു നമ്മുടെയൊക്കെ പൂർവികരായ അച്ഛന്മാര് അവർക്ക് കക്കൂസ് പോലും ഇല്ല. അവർക്ക് ഇതുപോലെ കറണ്ടുണ്ടോ? അത് തന്നെ, കറണ്ടില്ല, ഒന്നുമില്ല. ശീതീകരണി ഉണ്ടോ? ഒന്നുമില്ല. അല്ലെ മിഷണറിമാരുടെ ത്യാഗം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യ കാലഘട്ടത്തിലെ നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഈ ഇവിടെയൊക്കെ നമ്മളെ ആ സിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ള പട്ടിണി കിടന്ന് ഈ കാപ്പിമടം എന്ന് പറയുന്ന ആ മടം പട്ടിണി കിടന്ന് സിസ്റ്റേഴ്സ് മരിച്ചിട്ടുണ്ടെന്നുള്ള പറയുന്നുണ്ട്. സിസ്റ്റേഴ്സിനെ എല്ലാവരെയും അതുപോലെ ഈ കണ്ണാടി ഉറുമ്പ് മഠത്തിലും ഇത് പറയുന്നു. പിന്നില്ലേ അപ്പൊ പല അതുപോലെ ആളുകൾ എന്തുമാത്രം സഭയോട് നന്ദിയുള്ളവരായിരിക്കും.